ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ്. നമ്മുടെ ഹോണ്ട ഡിയോ വണ്ടി സ്റ്റാർട്ടിങ് കംപ്ലൈൻ്റ് ആയിട്ട് നമ്മൾ പോയി എടുത്തുകൊണ്ട് നടന്നതാണ് കേട്ടോ. അപ്പോൾ സ്റ്റാർട്ടിങ് കംപ്ലൈൻറ്റ് അടിക്കുക ഒന്ന് സെൽഫ് അടിച്ചിട്ട് വർക്ക് ചെയ്യണ്ടായില്ല, കിക്കർ അടിച്ചിട്ടും വണ്ടി സ്റ്റാർട്ട് ആവണ്ടായില്ല. കിക്കർ അടിച്ചിട്ട് സ്റ്റാർട്ട് ആവാന്ന് വെച്ച് നമ്മൾ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഈ സീറ്റിൻ്റെ ഉള്ളിൽ, സീറ്റ് ബോക്സിൻ്റെ ഉള്ളിലേക്ക് ഒരു പൗഡർ എന്തോ പൊടി, അരിപ്പൊടി അങ്ങനെ എന്തോ സാധനം വീണിട്ട് അതിൻ്റെ ഉള്ളിൽ കൂടെ കറക്റ്റ് ഈ കാർബേറ്ററിൻ്റെ ഇതിവിടെ കണ്ടത്, ഇവിടെ അത്യാവശ്യം ഉണ്ട് ഇപ്പോഴും. ആ എയർ കാർബേറ്ററിലേക്ക് എയർ സക്കിയാണ് ആ ഭാഗത്ത് വന്ന് നിന്നിട്ട് ബ്ലോക്ക് ആയി കയറുന്നു, അതായത് കട്ട പിടിച്ചുകൊണ്ട് ഇരിക്കാറുണ്ട്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ കൂടെ എയർ എടുക്കാത്തൊരു സിറ്റുവേഷൻ വരും കാർബേറ്ററിനകത്തേക്ക്. ആ പെട്രോൾ കറക്റ്റായിട്ട് ഇറങ്ങാട്ടാണ് സ്റ്റാർട്ടിങ് കംപ്ലൈൻറ്റ് കാണിച്ചിരുന്നത്. കിക്കർ അടിച്ചിട്ടും സ്റ്റാർട്ട് ആവാൻ ഞാൻ കേസ്. പിന്നെ സെൽഫ് എടുക്കണ്ടായില്ല എന്ന് പറയാൻ കാരണം ബാറ്ററി സ്റ്റിൽ ഡെഡാ, ഫുള്ള് പോയേക്കാം. വണ്ടി വന്നപ്പോൾ ഉള്ള ബാറ്ററിയാണ്, എക്സൈഡിൻ്റെ ബാറ്ററി വണ്ടി വന്നപ്പോൾ നമ്മൾ 2 പ്രാവശ്യം ചെക്ക് ചെയ്തപ്പം കംപ്ലൈൻറ്റ് പറഞ്ഞു വിട്ടാണ്. നമ്മളിപ്പോൾ മീറ്റർ കണക്ട് ചെയ്തിട്ട് അതിൻ്റെ ഡിസ്പ്ലേ തെളിയാനുള്ള വോൾട്ട് പവർ പോലും ഇപ്പോൾ ഈ ബാറ്ററിക്ക് ഇല്ല. അപ്പോൾ നമ്മൾ പുതിയൊരു ബാറ്ററി ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചാണ്, ആമറോണിൻ്റെ ബാറ്ററി 2024 മോഡൽ ബാറ്ററി വെച്ചിട്ട് നമ്മൾ ചെക്ക് ചെയ്ത് സെൽഫിൻ്റെ കേസൊക്കെ ഓക്കെ ആക്കിയിട്ടുണ്ട്. വണ്ടിമേന്ന് കയറുന്ന ചാർജിൻ്റെ അളവും കറക്റ്റ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ നിലവിൽ നമുക്ക് ചെയ്യേണ്ടത് ബാറ്ററി മാറ്റി വയ്ക്കണം, അതേപോലെ തന്നെ കാർബേറ്റർ ഒന്ന് അഴിച്ച് ഇപ്പോൾ ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്തിട്ടുണ്ട്. സ്റ്റാർട്ട് ചെയ്തതിന് ശേഷമാണ് ഇപ്പോൾ ഞാനിപ്പോൾ വീഡിയോ ഇടണേ. അപ്പോൾ കാർബേറ്റർ ഒന്ന് അഴിച്ച് ക്ലീനാക്കി റീസെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ നിലവിൽ എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ കുറേ നേരം കിടന്ന് അടിച്ച് കഴിഞ്ഞപ്പോൾ ഈ വലിയ പഴക്കമില്ലാത്ത പ്ലഗ്ഗാണ്. ആ പ്ലഗിനും ഷോർട്ടിങ് ഉണ്ട്. ഷോർട്ടാവാന്ന് പറഞ്ഞാൽ അതിനകത്ത് വന്ന ഫയർ ശരിക്കും ഒരു ബ്ലൂ കളറിലാണ് വന്നത്, ഇതിൻ്റെ ശരിക്കും ഒരു യെല്ലോ ഷെയ്ഡിലേക്ക് ആയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്കുള്ള പ്രോബ്ലം എന്ന് വെച്ചാൽ കുറേ കഴിയുമ്പോഴത്തേക്കും പ്ലഗ് പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അത് കാരണം ഓൾറെഡി പ്ലഗ് ഇപ്പോൾ നമ്മൾ മാറ്റി പുതിയതിട്ടാണ് റെഡി ആക്കിയാണ് കേട്ടോ. അപ്പോൾ ഞാൻ അതിൻ്റെ ഒരു എസ്റ്റിമേറ്റ് റെഡി ആക്കിയിട്ട് എൻ്റെ ഡീറ്റെയിൽസ് വാട്സപ്പിൽ ഇടാം. ഒന്ന് ബാറ്ററി കാർബേറ്റർ ഒന്ന് ക്ലീൻ ചെയ്തിട്ടുണ്ട്, പ്ലഗ് മാറിയിട്ടുണ്ട്. പിന്നെ നമ്മളവിടെ പോയി സൈറ്റിൽ നിന്ന് പോയി എടുക്കുന്ന വണ്ടിയാണ്. അപ്പോൾ അതടക്കമുള്ളൊരു എസ്റ്റിമേറ്റ് റെഡി ആക്കിയിട്ട് എൻ്റെ ഡീറ്റെയിൽസ് വാട്സപ്പിലേക്ക് ഇട്ടേക്കാം കേട്ടോ.